അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ളവരെ, അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്ത് ശൂറ 24, 25, 26 ആയത്തുകളാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കുന്നില്ല. മറിച്ച് കുടുംബബന്ധം തീർച്ചയായും അദ്ദേഹം കാക്ഷിക്കുന്നു. ഒരുവൻ വല്ല നന്മയും ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് വർദ്ധിപ്പിച്ചു കൊടുക്കും. അള്ളാഹു വളരെ മാപ്പരുളുന്നവനും മൂല്യം അംഗീകരിക്കുന്നവനുമാണ്. ഇന്നല്ലാഹ ഗഫൂറുൻ ഷക്കൂർ. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വെച്ചത്. പിന്നീട് വലിയ ആക്ഷേപത്തോടു കൂടി അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഇദ്ദേഹം അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചു എന്നാണോ ഈ ജനം പറയുന്നത്? അം യഖൂലൂന, അവർ പറയുന്നു, ഇഫ്തറ, കെട്ടിച്ചമച്ചു, അലല്ലാഹി കദിബ, അള്ളാഹുവിൻ്റെ മേൽ കള്ളം. അഥവാ നബി തിരുമേനി കള്ളം കെട്ടിച്ചമച്ചുവെന്നാണോ ഈ ജനം പറയുന്നത്? ഈ ചോദ്യത്തിൽ കടുത്ത ആക്ഷേപമുണ്ട്. താങ്കളെപ്പോലെ ഒരാൾ കള്ളം കെട്ടിപ്പറഞ്ഞുവെന്ന, അതും അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിപ്പറഞ്ഞുവെന്ന മഹാകുറ്റാരോപണം നടത്തിയിട്ട് ഒരു നാണക്കേടും തോന്നാതിരിക്കാൻ മാത്രം ധിക്കാരമാണ്, നന്ദി കെട്ടവരായി മാറിയല്ലോ ഈ കൂട്ടർ. ഈ ഖുർആൻ താങ്കൾ സ്വയം കെട്ടിച്ചമച്ച് അള്ളാഹുവിലേക്ക് ചേർക്കുകയാണ് എന്നാണല്ലോ ഈ ആരോപണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭ്രാന്ത് പറയുകയാണ്, പുലമ്പുകയാണ്, കട്ടുകേട്ട് പറയുകയാണ്. അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സ്വയം ഉണ്ടാക്കിയതാണ്. അദ്ദേഹം ഒരു പ്രവാചകനെ അല്ല. അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കൂല. ഇങ്ങനെ വലിയ ധിക്കാരം പ്രവർത്തിച്ച ആളുകളോടാണ് ഖുർആനിന്റെ ഈ ചോദ്യം. സീല് വെക്കുക. അള്ളാഹു പറയുന്നു, അള്ളാഹുവിന് വേണമെങ്കിൽ നിന്റെ ഹൃദയത്തിന് മുദ്ര വെക്കാമായിരുന്നു എന്ന് വെച്ചാൽ അവരോട് തന്നെയുള്ള മറുപടിയാണത്. ഹൃദയത്തിൽ മുദ്ര വെക്കപ്പെട്ടവർക്ക് ഇത്ര വലിയ കള്ളം പറയാൻ കഴിയും. അള്ളാഹു വിചാരിക്കുകയാണെങ്കിൽ നിങ്ങളെയും അക്കൂട്ടത്തിൽ പെടുത്താം. എന്നാൽ ആ വിഭാഗത്തിൽ നിന്ന് അകറ്റി നിർത്തിയത് അള്ളാഹുവിന്റെ മഹത്തായ നിയമത്താണ്. ഈ മറുപടിയിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കുറ്റാരോപണം നടത്തിയവരുടെ നേരെ വലിയ പരിഹാസമുണ്ട്. അതിന്റെ ആശയം ഇങ്ങനെയാണ്: പ്രവാചകരെ, ഇവർ താങ്കളെയും ഇവരുടെ മട്ടിലുള്ള ഒരുവനായിട്ടാണ് കരുതിയിരിക്കുന്നത്. സ്വന്തം കാര്യലാഭങ്ങൾക്ക് വേണ്ടി ഏത് മഹാകളവും പറയാൻ ഇവർക്ക് ഒരു മടിയുമില്ല. താങ്കളും അതുപോലെ സ്വന്തം നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി കള്ളം തട്ടിവിടുകയാണ്. ഇവരുടെ ഹൃദയം മുദ്രവെക്കപ്പെട്ടതുപോലെ ദൈവകൃപയാൽ താങ്കളുടെ ഹൃദയം മുദ്രവെക്കപ്പെട്ടിട്ടില്ല. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ യുക്തിക്ക് യോജിച്ചതാണ് എന്നും അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധിയും എല്ലാം കൊണ്ടും അവർക്ക് സമ്മതിക്കാമായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നും പ്രവാചകൻ സത്യത്തിൽ പറയുന്നില്ല. നിഷ്കളങ്കമായി നിഷ്പക്ഷമായി ചിന്തിച്ചാൽ ഏതൊരു മനുഷ്യനും അംഗീകരിക്കാവുന്ന യാഥാർത്ഥ്യങ്ങളാണ് പ്രവാചക പ്രബോധനത്തിന്റെ കാതൽ. അഥവാ എല്ലാവരുടെയും സ്രഷ്ടാവ് ഒരുവനാണ്. ആ സ്രഷ്ടാവിന്റെ കൽപ്പനകളാണ് അനുസരിക്കേണ്ടത്. കേവലം ആരാധനകളും പ്രാർത്ഥനകളും മാത്രമല്ല, ജീവിതം മുഴുവൻ ആ സ്രഷ്ടാവിന് വഴിപ്പെട്ടുകൊണ്ട് നിങ്ങൾ ജീവിക്കണം. ഫഅബ്ദില്ല, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. ഇതാണല്ലോ പ്രവാചകൻ പറഞ്ഞത്. അതവർക്ക് അംഗീകരിക്കാൻ സാധ്യമായിരുന്നില്ല. അള്ളാഹു പറയുന്നു, വയംഹുല്ലാഹുൽ ബാത്തില വയുഹിഖുൽ ഹഖ്ഖ ബികലിമാതിഹി ഇന്നഹു അലീമുൻ ബിദാത്തിസ് സുദൂർ. അഥവാ അള്ളാഹു മിഥ്യയെ തുടച്ചു മാറ്റുകയും തന്റെ കൽപ്പനയാൽ സത്യത്തിൽ സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നവനാണ്. നിങ്ങളുടെ മാറിടങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങളെല്ലാം അറിയുന്നവനാണ് അള്ളാഹു. ഇവിടെ സത്യം വിജയിക്കും, അസത്യം തകരും, സത്യം സാക്ഷാത്കരിക്കും എന്നൊക്കെ പറയുന്നതിന്റെ ആശയം സയ്യിദ് അബുൽ അഅല മൗദൂദി സാഹിബ് പറയുന്നത്, മിഥ്യക്ക് നിലനിൽപ്പുണ്ടാവുകയില്ല, ഒടുവിൽ സത്യം തന്നെ വിജയിക്കും. പ്രവാചകരെ, താങ്കൾ ഈ കുറ്റാരോപണങ്ങൾ, പരിഹാസങ്ങൾ ഒട്ടും പരിഗണിക്കേണ്ട. നിങ്ങളുടെ മനസ്സിലൊരു അസ്വസ്ഥതയും വേണ്ട. അവർ സ്വന്തം പ്രവർത്തനങ്ങളിൽ അഭിരമിച്ച് മുന്നോട്ട് പോകട്ടെ. നിങ്ങൾ നിങ്ങളുടെ ദൗത്യം തുടരുക. ഈ വ്യാജങ്ങളെല്ലാം പൊടികൾ കണക്കെ പറന്നു പോകുന്നൊരവസരം വരും. താങ്കൾ അവതരിപ്പിക്കുന്ന ഈ സന്ദേശത്തിന്റെ യാഥാർത്ഥ്യം അന്ന് അവരുടെ കണ്ണുകൾ കൊണ്ട് അവർക്ക് ബോധ്യപ്പെടുന്നൊരു കാലം വരും. സത്യത്തിന്റെ മാർഗത്തിൽ നിലകൊള്ളുന്ന മനുഷ്യര് ഭൗതികമായ അർത്ഥത്തിൽ കാണുന്ന താൽക്കാലികമായ കഷ്ടനഷ്ടങ്ങളോ പരിഹാസങ്ങളോ ആക്ഷേപങ്ങളോ അതല്ലെങ്കിൽ ശത്രുക്കളുടെ വിജയങ്ങൾ കൊണ്ടോ
ഒരിക്കലും അസ്വസ്ഥപ്പെടേണ്ടതില്ല. യഥാർത്ഥ വിജയം സത്യത്തിനാണ്. സത്യം പുലരും, അസത്യം തകരും, നന്മ വരും, തിന്മ പോകും. യഥാർത്ഥത്തിൽ നന്മയ്ക്കാണ് ജീവിതത്തിൽ അന്തിമമായ വിജയം. ഇത് പരലോകത്ത് മാത്രമല്ല, ഭൗതിക ലോകത്തും അങ്ങനെ തന്നെയാണ്. ഇബ്രാഹിം നബിയുടെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങിയ എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അവിടേക്ക് സ്വേച്ഛാധിപതികളായ അസത്യത്തിന്റെ ആളുകൾ തകർന്ന് തരിപ്പണമായി പോയി എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവരെന്തുകൊണ്ട് താങ്കളുടെ നേരെ ആരോപണം ഉന്നയിക്കുന്നുവെന്നും താങ്കളെ പരാജയപ്പെടുത്താൻ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാം. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, അവരുടെ മാറിടങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്ന രഹസ്യങ്ങൾ അറിയാവുന്നവനാണ് അള്ളാഹു. പിന്നീട് അവർക്ക് നേരായ മാർഗത്തിലേക്ക് തിരിച്ചു വരാനുള്ള ചില വഴികളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ തൗബ ചെയ്യുക, ചെയ്തു പോയ തെറ്റുകൾ, നിങ്ങളുടെ നിലപാടുകൾ തെറ്റാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ അതിൽ നിന്ന് മടങ്ങുക. താബ എന്ന് പറഞ്ഞാൽ മടക്കം എന്നാണ്. അത്തായിബു മിന ദംബി കമല്ലാ ദംബലോ, ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചവൻ ഒരു തെറ്റും ചെയ്യാത്തവനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നല്ല വിശേഷണമാണ് തുടർന്നുള്ള സൂക്തം 25-ാം ആയത്ത്. വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനി സയ്യിആതി വയഅലമു മാ തഫ്അലൂൻ. തന്റെ ദാസന്മാരിൽ നിന്ന് പശ്ചാത്താപം സ്വീകരിക്കുന്നതും അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതും അള്ളാഹുവാണ്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും അവൻ അറിയുന്നുണ്ട്. വയസ്തജീബു അല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വയസീദുഹും മിൻ ഫദ്ലിഹി വൽ കാഫിറൂന ലഹും അദാബുൻ ശദീദ്. അവൻ സത്യവിശ്വാസികളുടെയും സച്ചരിതരുമായവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും അവർക്ക് തന്റെ അനുഗ്രഹം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. സത്നിഷേധികളോ അവർക്കുള്ളത് ഘോരമായ ശിക്ഷയാവുന്നു. തൊട്ടുമുമ്പുള്ള സൂക്തത്തെ തുടർന്ന് ഇവിടെ പശ്ചാത്താപത്തെ പ്രേരിപ്പിക്കുന്നതിന് വ്യക്തമാകുന്ന ചില ആശയങ്ങളുണ്ട്. അധർമ്മികളെ സത്യപ്രവാചകന്റെ പേരിൽ കള്ളം ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് വലിയ ദൈവശിക്ഷയ്ക്ക് കാരണമാകും. ഇനിയെങ്കിലും ഈ പ്രവർത്തനം നിങ്ങൾ ഒഴിവാക്കുക, പശ്ചാത്തപിക്കുക, നിങ്ങൾക്ക് അല്ലാഹു മാപ്പേകും. പശ്ചാത്താപത്തിന്റെ അർത്ഥം, ആശയം ഇതാണ്: താൻ ചെയ്തു പോയ തെറ്റിൽ അങ്ങേയറ്റം ദുഃഖിക്കുക, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് മാറി നിൽക്കുകയും പിന്നീട് അതിൽ ഏർപ്പെടാതിരിക്കുകയും ചെയ്യുക. നേരത്തെ ചെയ്തു പോയ പാപങ്ങളുടെ പരിഹാരാർത്ഥം കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുക എന്നതും സത്യസന്ധമായ പശ്ചാത്തലത്തിന്റെ അനിവാര്യമായ താല്പര്യമാണ്. തൗബ ചെയ്യുകയും പിന്നീട് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യലാണ് യഥാർത്ഥ തൗബ എന്ന് ഖുർആന്റെ മറ്റു സൂക്തങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഒരു വിധത്തിലും പരിഹരിക്കാനാവാത്തതാണെങ്കിൽ അള്ളാഹുവിനോട് മാപ്പിരുന്നുകൊണ്ടും കൂടുതൽ കൂടുതൽ പുണ്യങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടും തന്റെ തുണിയിൽ പുരണ്ട ആ കറ മായ്ക്കാൻ പരിശ്രമിക്കുക. എന്നാൽ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ അല്ലെങ്കിൽ ഒരു പശ്ചാത്താപവും അഥവാ ഒരു തൗബയും യഥാർത്ഥ തൗബയല്ല. മറ്റേതെങ്കിലും ലക്ഷ്യത്തോടെ ഒരു ദുർപ്രവൃത്തി വർജിക്കുന്നത് തൗബയുടെ നിർവചനത്തിലേ പെടുന്നില്ല. അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി മടങ്ങുക. പടച്ചോനെ പറ്റിപ്പോയി, നീ മാപ്പ് നൽകണം. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ സ്വീകരിച്ച നിലപാട്, ഇത് സത്യനിഷേധികളോടുള്ള വർത്തമാനമാണ് ഈ സൂക്തങ്ങൾ നമ്മൾ പഠിക്കുന്നെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇതിനെ ചേർത്ത് വെക്കുമ്പോൾ കഴിഞ്ഞുപോയ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ പറ്റിപ്പോയിട്ടുണ്ട്. പറ്റിപ്പോയി റബ്ബേ, ചെയ്തു പോയി റബ്ബേ, എൻ്റെ ജീവിതത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ ഭൗതികമായ അല്ലെങ്കിൽ നൈമിഷികമായ അല്പം സുഖങ്ങൾക്ക് താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇനി ഞാൻ അത്തരം തിന്മകളിൽ ഏർപ്പെടില്ല. ഞാൻ തീർച്ചയായിട്ടും നാഥാ നിന്നിലേക്ക് മടങ്ങാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അങ്ങനെ ആത്മാർത്ഥമായി തൗബ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുമെന്നാണ്. ഷിർക്ക് ചെയ്ത അഥവാ അള്ളാഹുവിൻ്റെ പേരിലും പ്രവാചകന്റെ പേരിലും കടുത്ത ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും നിഷേധാത്മക നിലപാട് സ്വീകരിക്കുകയും ചെയ്ത ആളുകളോടാണ് അള്ളാഹു തൗബയുടെ വർത്തമാനം പറയുന്നത്. എത്ര കടുത്ത പാപം ചെയ്തു പോയ മനുഷ്യനും അവൻ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചാൽ അവനെ സ്വീകരിക്കാൻ ഇരു കൈയും നീട്ടി റബ്ബ് കാത്തിരിക്കുന്നുവെന്ന വചനം എത്ര വലിയ ആത്മവിശ്വാസമാണ്, ആശ്വാസമാണ് നമുക്ക് നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ ആശയം ശരിയാവണ്ണം മനസ്സിലാക്കി നല്ലവരായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.